iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം പ്രധാനമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾ ഓതേഴ്സ് നമ്മൾ ഇതിനു മുൻപ് പഠിച്ചിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകൾ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണിത്. സോ എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൗ ഡസ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ്. അപ്പം ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കോൺസെപ്റ്റാണ് അല്ലേ. പൊളിറ്റിക്കൽ ജിയോഗ്രഫിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ബൈ റെഡ്യൂസിങ് ദ മൈഗ്രേഷൻ ഫ്ലോസ് ആൻഡ് എക്കണോമിക്കൽ ഡിസ്പാരിറ്റീസ്. അപ്പം ജിയോ പൊളിറ്റിക്സിൻ്റെ ആദ്യത്തെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മൈഗ്രേഷൻ ഫ്ലോസ് ആൻഡ് എക്കണോമിക്കൽ ഡിസ്പാരിറ്റീസ്. രണ്ടാമത്തെ ബൈ വീക്കനിങ് ദ ഇൻഫ്ലുവൻസ് ഓഫ് റീജിയണൽ ഓർഗനൈസേഷൻ. മൂന്നാമത്തെ എന്ന് പറയുന്നത് ബൈ ഇൻക്രീസിങ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഓവർ വാട്ടർ ആൻഡ് എനർജി റീസോഴ്സസ് ബൈ ഡിക്രീസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിന്യൂവബിൾ എനർജി റീസോഴ്സസ്. അപ്പം ഈ 4 ഓപ്ഷൻസിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജിയോ പൊളിറ്റിക്സ്, ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുക്കുമ്പം ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്ന് ഏതാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കൃത്യമായിട്ടുള്ള ഉത്തരം ഏതായിരിക്കും? ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഓപ്ഷൻ ഏതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം നോക്കിക്കേ, റെഡ്യൂസിങ് മൈഗ്രേഷൻ ഫ്ലോസ് ആൻഡ് എക്കണോമിക്കൽ ഡിസ്പാരിറ്റീസ്. അപ്പം we show that this is not at all a concept related to the climate change of geopolitics. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താ? വീക്കനിങ് ദ ഇൻഫ്ലുവൻസ് ഓഫ് റീജിയണൽ ഓർഗനൈസേഷൻസിൻ്റെ ഇൻഫ്ലുവൻസ് കുറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചുമായി ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല. അടുത്ത ഒരു ഓപ്ഷൻ എന്താണെന്ന് നോക്കിക്കേ, ബൈ ഇൻക്രീസിങ് ദ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഓവർ വാട്ടർ ആൻഡ് എനർജി റീസോഴ്സസ്. ഓക്കെ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ബൈ ഡിക്രീസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റിന്യൂവബിൾ എനർജി റീസോഴ്സസ്. അപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആൻസറാണ് എന്തെന്ന് പറയുന്നത് ഓപ്ഷൻ സി, അല്ലെങ്കിൽ ഓപ്ഷൻ 3 എന്ന് പറയുന്നത് ബൈ ഇൻക്രീസിങ് ദ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഓവർ വാട്ടർ ആൻഡ് എനർജി റീസോഴ്സസ്. അപ്പം എന്തായാലും എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. Climate change affects global geopolitics in several powerful ways, mainly by creating the competition and the conflict over scarce നാച്ചുറൽ റീസോഴ്സസ് സച്ച് ആസ് വാട്ടർ, ഫുഡ് ആൻഡ് എനർജി. അപ്പം ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റുന്ന ഒന്നാണ് റീസോഴ്സസുകളിൽ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക സ്കാർസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റുന്നു? വാട്ടർ ലെവൽ കൂടുന്നുണ്ട് അല്ലേ, സീ ലെവൽ റൈസ് ചെയ്യുന്നുണ്ട്, ഗ്ലേഷ്യർ മെൽറ്റ് ആവുന്നു, ഇത് റെയിൻഫോൾ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്, അതുകൂടാതെ വാട്ടർ ഷോർട്ടേജസിനും ഇത് കാരണമാവുന്നുണ്ട്. So countries that share rivers like India and Pakistan over Indus River, Egypt and Ethiopia over the Nile may face the tensions of disputes over വാട്ടർ യൂസേജ്. അപ്പോൾ നമുക്കറിയാമല്ലേ ഈ റീസെൻ്റ് ആയിട്ട് നടന്നുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത്, ഇന്ത്യയും പാകിസ്ഥാനും ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇഷ്യൂസ്. സോ ഒരു റിവറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് 2 അതിലധികമോ കൺട്രീസ് വരുന്ന സമയത്ത് എന്ത് പറ്റുന്നുണ്ട്? ഇത് വലിയൊരു ക്ലൈമാറ്റിക് ചേഞ്ചിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. റിച്ചാർഡ് ഹാഡ്സൺ ഹാസ് റെക്കഗ്നൈസ്ഡ് 4 distinct approaches to the study of political geography of a state. These are power analysis approach, historical approach, geographical approach, ഫങ്ഷണൽ അപ്രോച്ച്, മോർഫോളജിക്കൽ അപ്രോച്ച്. റിച്ചാർഡ് ഹാഡ്സണിൻ്റെ 4 പ്രധാനപ്പെട്ട അപ്രോച്ചുകളാണ് നമ്മൾ ഇതിൽ നിന്നും എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് പവർ അനാലിസിസ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്, മൂന്നാമത്തെ എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ, അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ഫങ്ഷണൽ അപ്രോച്ച്, മോർഫോളജിക്കൽ അപ്രോച്ച്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പവർ അനാലിസിസ് അപ്രോച്ച്, ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്, ഫങ്ഷണൽ അപ്രോച്ച്, അതുപോലെ തന്നെ മോർഫോളജിക്കൽ അപ്രോച്ചാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഓപ്ഷൻസ് പ്രകാരം ഇതിൻ്റെ ആൻസർ എന്തായിരിക്കണം? A, B, D, E ആയിരിക്കണം അല്ലേ. ജോഗ്രഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമല്ല. നോക്കാം, അതെ, ഉത്തരം A, B, D, E തന്നെയാണ്. എന്താണ് പവർ അനാലിസിസ് അപ്രോച്ച്? സ്റ്റഡീസ് ഹൗ പവർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് എക്സസൈസ്ഡ് വിത്തിൻ ആൻഡ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്. അപ്പം പവർ എങ്ങനെയാണ്
ഒരു എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ്സുകൾക്കിടയിലും കൺട്രികൾക്കിടയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് എന്ത് പവർ അനാലിസിസ് അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്? ഇറ്റ് എക്സാമിൻസ് ദ ഇവാലുവേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ടെറിട്ടറി ആൻഡ് ബൗണ്ടറീസ് ഓവർ ടൈം. അപ്പം ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ത് ബൗണ്ടറീസുകളിലും അതുപോലെ തന്നെ ടെറിട്ടറിയിലും ഉണ്ടായിട്ടുള്ള ചേഞ്ചസുകൾ. എന്താണ് ഫങ്ഷണൽ അപ്രോച്ച്? ഇറ്റ് ഫോക്കസസ് ഓൺ ഹൗ ദ സ്റ്റേറ്റ് ഫങ്ഷൻസ് ടു മെയിൻറ്റെയിൻ ദെയർ യൂണിറ്റി, കൺട്രോൾ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പം ഇതും കംപ്ലീറ്റ് ആയിട്ടും എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്? പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് അല്ലേ. ഒരു കൺട്രി എങ്ങനെയാണ് അതിൻ്റെ സ്റ്റേറ്റ് ഫങ്ഷൻസുകൾ നടക്കുന്നത്, യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കൺട്രോൾ അതുപോലെ തന്നെ ഓർഗനൈസേഷൻസ് എല്ലാം എങ്ങനെയാണ് ഫോക്കസ്ഫുള്ളി വർക്ക് ചെയ്യുന്നത്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഫങ്ഷണൽ അപ്രോച്ച്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോർഫോളജിക്കൽ അപ്രോച്ച്. മോർഫോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് അനലൈസസ് ദ ഷേപ്പ്, സൈസ് ആൻഡ് ദ ബൗണ്ടറി സ്ട്രക്ചർ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദെയർ പൊളിറ്റിക്കൽ എഫക്ട്സ്. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ത് മോർഫോളജിക്കൽ അപ്രോച്ച്. മോർഫോളജി എന്ന് പറയുന്നത് എന്താണ്? ഷേപ്പ്, സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് അല്ലേ. അപ്പം മോർഫോളജിക്കൽ അപ്രോച്ചിലൂടെ ഒരു സ്റ്റേറ്റിൻ്റെ ഷേപ്പ്, സൈസ്, അതിൻ്റെ ബൗണ്ടറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് സോൺസ് ഓഫ് ലാൻഡ് യൂസ് അറൌണ്ട് ദ സെൻട്രൽ സിറ്റി ബേസ്ഡ് ഓൺ വോൺ ടുനൻസ് തിയറി. അപ്പോൾ നമ്മൾ സെൻട്രലിൽ നിന്നും പെരിഫറിയിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? ഇതിനെ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പം വോൺ ടുനൻറ്റിൻ്റെ തിയറി നമ്മൾ അഗ്രികൾച്ചറൽ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുള്ള ഒന്നാണ് അല്ലേ. എങ്ങനെയാണ് മാർക്കറ്റുകൾ വർക്ക് ചെയ്യുന്നത്, റൂറൽ ഏരിയാസിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് റൂറൽ ഏരിയാസിൽ നിന്നും അർബൻ ഏരിയാസിലേക്ക് പോകുന്ന സമയത്തുള്ള ആ ട്രാൻസിഷൻ എങ്ങനെയാണ് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു തിയറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് എന്തായിരിക്കും? ഫയർവുഡ് ആൻഡ് ടിമ്പർ പ്രൊഡക്ഷൻ. രണ്ടാമത്തെ തന്നിരിക്കുന്ന ഓപ്ഷൻ ക്രോപ്പ് ഫാമിംഗ് ആൻഡ് ഫാലോ ആൻഡ് പാസ്റ്റർ. മൂന്നാമത്തെ 3 ഫീൽഡ് സിസ്റ്റം, ക്രോപ്പ് ഫാമിംഗ് വിത്തൗട്ട് ഫാലോ, ലൈഫ് സ്റ്റോക്ക് റേഞ്ചിങ്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെൻട്രലിൽ നിന്നും പെരിഫറിയിലേക്ക് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ADBCE. എക്സ്പ്ലനേഷനിൽ നമുക്ക് തരാം. സോ വോൺ ടുനൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് ആർ arranged in concentric ring around a central city based on the transport cost and land value. ഇപ്പോൾ ലാൻഡ് വാല്യൂയും ട്രാൻസ്പോർട്ടേഷനെ കോസ്റ്റിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, ഈ രണ്ട് പാരാമീറ്ററുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വോൺ ടുനൻ അദ്ദേഹത്തിൻ്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യം നമുക്ക് വരുന്നത് സിറ്റി, അത് കഴിഞ്ഞിട്ട് ടിമ്പർ ഓർ മൈനിങ്, പിന്നെ ഇൻറ്റൻസീവ് ക്രോപ്പ്, മിക്സ്ഡ് ക്രോപ്പ്, അതുപോലെ തന്നെ എക്സ്റ്റെൻസീവ് ഫാമിംഗ്, റേഞ്ചിങ്. ഓക്കെ. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോഡലിൽ കാണിച്ചിട്ടുള്ള കോൺസെൻട്രിക് സോണുകളുടെ പാറ്റേൺ എന്ന് പറയുന്നത്. അടുത്തത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് 5 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ഓപ്ഷനുകളാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നോക്കിക്കേ. ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രിപ്പയർ എ രജിസ്റ്റർ ഓഫ് ഓൾ റെസിഡൻസ് ഓഫ് ഇന്ത്യ. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ആണ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇന്ത്യയിലുള്ള എല്ലാ റെസിഡൻസുകളുടെയും രജിസ്റ്റർ. അടുത്തത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ NPR ഈസ് ഇൻറ്റൻറ്റഡ് ടു സെർവ് ആസ് ദ ബേസിസ് ഓഫ് നാഷണൽ രജിസ്റ്റർ ഓഫ് ദ സിറ്റിസൺ. അപ്പം ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്നുള്ളതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. അടുത്തത് ദ NPR വാസ് കമ്പൈൽഡ് ഇൻ 2000 അലോങ് ദ സൈഡ് ദ 2001 സെൻസസ്. അടുത്തത് ദ ക്രിയേഷൻ ഓഫ് NPR ഈസ് മാൻഡേറ്റഡ് ബൈ ദ സിറ്റിസൺഷിപ്പ് ആക്ട് 1965. ഓക്കെ, വി നീഡ് ടു we should know whether the year is correct or not. അപ്പോൾ നമ്മൾ ആ 1965 എന്നുള്ള ഇയർ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ഒരു വട്ടം കൂടെ ചെക്ക് ചെയ്യണം. അടുത്തത് NPR വാസ് ക്രിയേറ്റഡ് പോസ്റ്റ് 2008 മുംബൈ അറ്റാക്ക്. അപ്പം ഈ ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മുംബൈ അറ്റാക്കിന് ശേഷമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ABE ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് പറയുന്നത്. ABE. അപ്പം ഈ രണ്ട് C and D എന്ന് പറയുന്നത് എന്താണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കുക, ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രിപ്പയർ ദ രജിസ്റ്റർ ഓഫ് ഓൾ റെസിഡൻസ്. അത് കറക്റ്റാണ്, NPRയുടെ ഡ്യൂട്ടിയാണ് അത്. അതുപോലെ തന്നെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവർ തന്നെയാണ്. NPR വാസ് ക്രിയേറ്റഡ് പോസ്റ്റ് 2008 മുംബൈ അറ്റാക്ക്. ഓക്കെ,
അപ്പം സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ ഇയറിലാണ് നമുക്കൊരു പ്രശ്നം വന്നിട്ടുള്ളതെന്ന് അറിയാം. അതുപോലെ തന്നെ NPR കമ്പൈൽഡ് ഇൻ 2000 അലോങ് ദ സൈഡ് ഓഫ് 2001 സിലബസ്. നമുക്കപ്പം സെൻസസ്, നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. സോ ദ മെയിൻ പർപ്പസ് ഓഫ് NPR ഇസ് ടു ക്രിയേറ്റ് എ ഡാറ്റാബേസ് ഓഫ് ഓൾ യൂഷ്വൽ റെസിഡൻസ്. ഇന്ത്യയിലുള്ള എല്ലാ റെസിഡൻസുകളുടെയും എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. പീപ്പിൾ ലിവിങ് ഇൻ ഇന്ത്യ ഫോർ 6 months ഓർ മോർ റിഗാർഡ്ലെസ് ഓഫ് നാഷണാലിറ്റി. ഇപ്പം അവരുടെ നാഷണാലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യാതെ 6 മാസമോ അതിലധികമോ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുവാണ്, ഇന്ത്യയിനകത്ത് നമ്മൾ താമസിക്കുവാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഡാറ്റകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? നാഷണൽ NPR ആണ്. ഓക്കെ, National People Register. So it includes both Indian citizens and foreign residents. The NPR was not created in 2000 or 2001. It was first prepared in 2010 during the house listing phase of 2011 census. അപ്പം 2000-2001 കാലഘട്ടങ്ങളിലല്ല, 2010-11 സെൻസസിൻ്റെ ടൈമിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഹെൻസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. The NPR is actually provided for under the Citizenship Act 1955 and the Citizenship Rules, okay, in 2003. There is no Citizenship Act in 1965 related to this. അപ്പോൾ 1955-ലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളുടെ സിറ്റിസൺഷിപ്പ് ആക്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് NPR വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, യെസ്, ഐ ഹോപ്പ് ദ എക്സ്പ്ലനേഷൻ ഇസ് ക്ലിയർ. അപ്പം അടുത്തത് നോക്കിക്കുക, ഇവിടെ നമുക്ക് കുറേ ട്രോപ്പിക്കൽ സൈക്ലോൺസുകളുടെ പേരുണ്ട്, അത് നമ്മൾ കൺട്രീസുമായിട്ട് മാച്ച് ചെയ്യണം അല്ലേ. അപ്പം ക്ലൈമറ്റോളജിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പം നമ്മൾ ക്ലാസ്സുകളിലേക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്നും കൂടിയാണ്. എന്താണ് ഹ്യൂറിക്കെയിൻസ്, എന്താണ് ടൈഫോ, ബാഗിയോ എന്ന് പറയുന്നത് ഏത് പ്രദേശത്തുള്ള സൈക്ലോണിനെ വിളിക്കുന്ന പേരാണ്. അതുപോലെ തന്നെ വില്ലി എന്നൊക്കെ പറയുന്നത് ഈസിയാണ് അല്ലേ, ഓസ്ട്രേലിയയിലുള്ളതാണ്. അപ്പം നമ്മൾ ഇതാണ് മാച്ച് ചെയ്യേണ്ടത്. A2, B4, C1, D3. നോക്കിക്കേ, ഹ്യൂറിക്കെയിൻ എന്ന് പറയുന്ന ടേം നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റ്ലാന്റിക് ഓഷ്യൻ അതുപോലെ തന്നെ ഈസ്റ്റേൺ പസഫിക് റീജിയനിലാണ്. മെയിൻലി നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ USA കരീബിയൻ റീജിയനിലാണ്. ടൈഫൂൺ അതുപോലെ മെയിനായിട്ട് ജപ്പാൻ, ചൈന റീജിയനുകളിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണിത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബാഗിയോ എന്ന് പറയുന്നത് ഫിലിപ്പൈൻസിലുള്ള ട്രോപ്പിക്കൽ സൈക്ലോൺസുകളെ മെൻഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലാണ് വില്ലി. ഓക്കെ അല്ലേ. അപ്പം ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഹ്യൂറിക്കെയിൻസ് എന്ന് പറയുന്നത് എവിടെയാണ്? USA. ടൈഫൺ ജപ്പാൻ. ബാഗിയോ ഫിലിപ്പൈൻസ്. വില്ലി ഓസ്ട്രേലിയ. Okay. So the concept of urban agglomeration in India was adopted for the first time in which census year? അപ്പം അർബൻ അഗ്ലോമറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 അതിലധികമോ urban regions കൂടുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, merging of urban regionsനെയാണ് നമ്മൾ urban agglomeration എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഏത് സെൻസസ് ഇയർ മുതലാണ് നമ്മൾ urban agglomeration എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്? 1951, 61, 71, 81. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? കിട്ടിയോ? 1971 ആണ് ഇതിൻ്റെ ആൻസർ. So the concept of urban agglomeration was introduced for the first time in 1961 census of India. An urban agglomeration refers to a continuous urban spread that includes a core town and its adjoining outgrowth or neighboring towns that are linked by strong social and economical ties. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള ഒരു സിറ്റി പിന്നീട് എന്ത് പറ്റുന്നു, മറ്റ് ഇക്കണോമിക്കൽ സോഷ്യൽ ലിങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും വളർന്നു വരുന്നു. മനസ്സിലായോ? ഓക്കെ. So the government of India approved the Bharatmala Pariyojana covering the length of 34,800 kilometers in which year? അപ്പം ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 2015, 17, 2019, 2021. അപ്പം ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ പ്രോഗ്രാമുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്.
അപ്പം ഇതൊരു പുതിയ ചോദ്യമാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ഭാരത് മാല പരിയോജന എന്ന് പറയുന്നത്. സോ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ദ ഭാരത് മാല പരിയോജന on 25th October 2017. 2017 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എ സെൻട്രലി സ്പോൺസേഡ് road and highways development program aimed at improving freight and passenger movement across the country. So ഭാരത്മാല പരിയോജന എന്ന് പറയുന്നത് ഹൈവേസ് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ റോഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. The approved plan initially covered with 34,800 kilometers highways under phase 1. അപ്പം phase 1 കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, 34,800 കിലോമീറ്റേഴ്സ് ഓഫ് ഹൈവേയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്ലാൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. യെസ്, നെക്സ്റ്റ് വൺ. ദ സിറ്റി ഓഫ് മുംബൈ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻറ്റർ ഓഫ് വിച്ച് റീജിയൻ? അപ്പോൾ മുംബൈ എന്ന് പറയുന്ന സിറ്റി എവിടെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് റീജിയനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? അപ്പം ആദ്യത്തേത് കത്തിയവാർ റീജിയൻ, കൊങ്കൺ, നോർത്തേൺ സിർക്കാസ്, വിദർഭ റീജിയൻ. അപ്പോൾ ഈ നോർത്തേൺ സിർക്കാസും കൊങ്കണും ഒക്കെ നമ്മൾ ഏതിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? കോസ്റ്റൽ പ്ലെയിൻ, ഓർക്കുന്നുണ്ടല്ലോ. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഓക്കെ, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോറമൻഡൽ കോസ്റ്റ് ആൻഡ് നോർത്തേൺ സിർക്കാസ്. അതുപോലെ തന്നെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മലബാർ കോസ്റ്റ്, കന്നഡ് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ മുംബൈ എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഇത് നമുക്ക് ഒരു എന്താ പറയുക, ഡൗട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, ഈ ഒരു കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്ന ആൻസർ. ഓക്കെ, കൊങ്കൺ. So Mumbai is the western coast of India along the Arabian Sea. It is situated in the Konkan region of Maharashtra, which is a narrow coastal strip between the Western Ghat and the Arabian Sea. Okay, the Konkan region extends roughly from Daman in north and Goa to the south. അതുപോലെ തന്നെ ഗോവ ടു കർണാടക വരെ ഉള്ളതാണ് എന്ത്, കന്നഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കർണാടക ടു കേരള റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, മലബാർ കോസ്റ്റ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡയഗ്രാം ടു റെപ്രസെൻറ്റ് ദ ഡീക്കേഡൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ്റെ ഡീക്കേഡൽ ഗ്രോത്ത് കാണിക്കാൻ. ഓക്കെ, നമുക്കറിയാം എന്താണ് ആനുവൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, എന്താണ് ഡീക്കേഡൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ഓക്കെ, സോ ആ ഒരു ഡീക്കേഡൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയഗ്രാം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ഫ്ലോ ഡയഗ്രാം, രണ്ടാമത്തെ എന്ന് പറയുന്നത് ലൈൻ ഡയഗ്രാം, മൂന്നാമത്തെ എന്ന് പറയുന്നത് ബാർ ഡയഗ്രാം, നാലാമത്തെ എന്ന് പറയുന്നത് സർക്കിൾ ഡയഗ്രാം. ഓക്കെ, അപ്പം ഇതിൽ ഏതായിരിക്കും മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ റെപ്രസെൻറ്റിങ് വാട്ട്, ഡീക്കേഡൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. അപ്പം ഗ്രോത്ത് ഒക്കെ കാണിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കാണിക്കുന്നതിന് മോസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ഏതാണ്, ഏതായിരിക്കും? ഫ്ലോ ഡയഗ്രാം ആയിരിക്കും. ഏതായിരിക്കും? ലൈൻ ഗ്രാഫ് ആണോ, ബാർ ഡയഗ്രാം ആണോ, സർക്കിൾ ഡയഗ്രാം ആണോ? ഓക്കെ, ചോദ്യത്തിനുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ലൈൻ ഗ്രാഫ്. ഓക്കെ, സോ ലൈൻ ഗ്രാഫ് ഈസ് ദ ബെസ്റ്റ് ഓർ മോസ്റ്റ് സ്യൂട്ടബിൾ ഡയഗ്രാം ടു റെപ്രസെൻറ്റ് വാട്ട്, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. സോ ആ line graph is more suitable because it shows the changes and the trends over clearly. അപ്പം ഓരോ 10 വർഷം കൂടുമ്പോഴും നമുക്ക് എന്ത് പറ്റുന്നുണ്ട്, ആ പോപ്പുലേഷൻ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ നമുക്ക് സ്യൂട്ടബിളായിട്ട് കാണിക്കാൻ പറ്റുന്നത് ലൈൻ ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇറ്റ് ഇഫക്റ്റീവ്ലി റെപ്രസെൻറ്റ് ദ റൈസ് ഓർ fall in the population across different decades. അപ്പം ഓരോ ഡീക്കേഡിലും ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചസുകൾ, ആ ഒരു ഗ്രോത്ത്, ഇറ്റ് മേ ബി നെഗറ്റീവ്, പോസിറ്റീവ്, വാട്ട് എവർ ഇറ്റ് മേ ബി. പക്ഷേ ഈ ഒരു ഗ്രോത്ത് കാണിക്കാൻ, ഈ ഒരു റൈസ് ഓർ ഫാൾ കാണിക്കാൻ നമുക്ക് ലൈൻ ഗ്രാഫ് യൂസ് ചെയ്യാം. ഓക്കെ, next question. This question actually from geographical thought.
അറേഞ്ച് ദ ഫോളോയിങ് ഗ്രീക്ക് ജോഗ്രഫേഴ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പം തന്നിട്ടുള്ള ഗ്രീക്ക് ജോഗ്രഫേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഏർലിയസ്റ്റ് ടു ലേറ്റസ്റ്റ്. ആദ്യത്തെ എന്ന് പറയുന്നത് ഹെറോഡോട്ടസ്, പിന്നീട് ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് ഇറാസ്തോസ്തനസ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റ്സ്, നാലാമത്തെ എന്ന് പറയുന്നത് ടോളമി. ഓക്കെ, അപ്പം അവരുടെ വർക്കുകളെല്ലാം ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പം അൽമാഗസ്റ്റ് ആരുടെ വർക്കാണ്? അൽമാഗസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറാസ്തോസ്തനീസിൻ്റെ വർക്കിൻ്റെ പേരെന്താണ്? എന്താണ് ജോഗ്രഫിയ? ആരുടെ ബുക്കാണ് ജോഗ്രഫിയ? ആരുടെ വർക്കായിരുന്നു ജോഗ്രഫിക്ക? ഓർക്കുന്നുണ്ടോ? സ്ട്രാബോൻ്റെ വർക്ക് എന്തായിരുന്നു? അപ്പം അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി? ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഗ്രീക്ക് ജോഗ്രഫേഴ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. ആദ്യത്തേത് ഹെറോഡോട്ടസ്, ഇറാസ്തോസ്തനസ്, ഹിപ്പോക്രാറ്റസ്, ടോളമി. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ACBD. ഫസ്റ്റ് നമുക്ക് ഹെറോഡോട്ടസ് ആണ്, പിന്നീട് ഹിപ്പോക്രാറ്റ്സ്, പിന്നെ നമുക്ക് വരുന്നത് ഇറാസ്തോസ്തനസ്, നാലാമത്തെ എന്ന് പറയുന്നത് ടോളമി. ഓക്കെ, ആക്ച്വലി ഗ്രീക്ക് ജോഗ്രഫേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ടോളമി റോമൻ ജോഗ്രഫേഴ്സിൻ്റെ അണ്ടറിലും വരുന്ന ഒരു ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സ്ട്രാബോ എല്ലാം തന്നെ, സ്ട്രാബോ. അപ്പം ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ACBD ആണ്. അപ്പം ഹെറോഡോട്ടസ് എന്ന് പറയുന്ന സമയത്ത് 5th century BC ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണ്. അതുപോലെ തന്നെ നോൺ ആസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹെറോഡോട്ടസ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ഒരു പേഴ്സൺ ആണ്. ഹിപ്പോക്രാറ്റസ് 5th or 4th century BC ഉണ്ടായിരുന്ന ഒരു പേഴ്സണും കൂടിയായിരുന്നു. ഇദ്ദേഹമാണ് ലിങ്ക് ജോഗ്രഫി വിത്ത് ഹെൽത്ത് ആൻഡ് എൻവിറോൺമെൻറ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറാസ്തോസ്തനസ്. 3rd century BC accurately measured earth circumferences called father of geography. ഫാദർ ഓഫ് ജോഗ്രഫി എന്നറിയപ്പെടുന്നത് ഇറാസ്തോസ്തനസ് ആണ്. എർത്തിൻ്റെ സർക്കംഫറൻസ് കംപ്ലീറ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ടുള്ളത് ഇദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ ടോളമി എന്ന് പറയുന്ന സമയത്ത് 2nd century വാഴ്ന്നിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. ക്രിയേറ്റഡ് ഡീറ്റെയിൽഡ് മാപ്സ് ആൻഡ് ദ ബുക്ക് അൽമാഗസ്റ്റ്, അതുപോലെ തന്നെ ജോഗ്രഫി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ GPS സിസ്റ്റം നോൺ ആസ് NAV-IC, Navigation with Indian Constellation, is designed with the constellation of dash number of satellites. So എത്ര നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് കൂടുമ്പോഴാണ് ഇന്ത്യൻ GPS സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. 3, 5, 7, 9. എഗെയിൻ നമ്മൾ ഇതും നമ്മളുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. എത്ര കോൺസ്റ്റലേഷൻസുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇന്ത്യൻ GPS സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? 3 ആണോ, 5 ആണോ, 7 ആണോ, 9 ആണോ? യെസ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ 3 ആണ്. 7 is the correct answer for this question. So Indian GPS system is designed with the constellation of 7 satellite. So NAV-IC, navigation of Indian constellation, India's regional GPS system. What is GPS? Global positioning system. Works using a group of 7 satellites in space. These satellites helps to provide accurate navigation and positioning services across India and the nearby regions. അപ്പം നമുക്ക് ഇവിടെ ഇന്ത്യയുടെ മാത്രം ലൊക്കേഷൻസ് മനസ്സിലാക്കാനല്ല, നിയർ റീജിയനിലുള്ള എല്ലാത്തിൻ്റെയും, അതായത് നിയർ ബൈ കൺട്രീസിൻ്റെയും ലൊക്കേഷൻസ് മനസ്സിലാക്കാൻ ഇതിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിക്കേ. The geopolitics of world natural resources is influenced by all of the following factors except unequal distribution of resources across region, technological advancement, resource extraction, climate change policies, complete self-sufficiency of all nations in resource production. അപ്പം ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നാച്ചുറൽ റീസോഴ്സസുമായി ബന്ധപ്പെട്ട് കിടക്കാത്ത
ഒരു ആൻസറാണ് നമ്മൾ ഇതിൽ നിന്നും ചൂസ് ചെയ്യേണ്ടത്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റീസോഴ്സസ്. അപ്പോൾ നമുക്കറിയാം ഫുഡ് അതുപോലെ തന്നെ റീസോഴ്സസ് എല്ലാം തന്നെ അൺഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഓൾസോ correct one. Climate change policies and complete self-sufficiency of all nations in resource production. So we will see what is the answer for this question. Yes, of course. The answer is option 4, the complete self-sufficiency of all nations in resource പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നാച്ചുറൽ റീസോഴ്സസ് എക്സിസ്റ്റ് ബിക്കോസ് ദ കൺട്രീസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഈച്ച് അതർ ഫോർ റീസോഴ്സസ്. ഈവൻ നൗഡേയ്സ് നമ്മൾ റീസോഴ്സസുകൾക്കായും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ മറ്റ് കൺട്രീസിനെ ഡിപ്പെൻഡൻ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ പൊട്ടാഷിൻ്റെ റിസോഴ്സുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, മറ്റ് കൺട്രികളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഒരു നേഷനും കംപ്ലീറ്റ് ആയിട്ട് സെൽഫ് സഫീഷ്യൻ്റ് അല്ല, മറ്റ് പല രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ നൗ നാഷൻ ഈസ് കംപ്ലീറ്റ്ലി സെൽഫ് സഫീഷ്യൻറ്റ്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ന്യൂ ടെക്നോളജി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് പോളിസീസ് എഫക്ട് റിസോഴ്സ് കൺട്രോൾ ആൻഡ് ദ പവർ റിലേഷൻഷിപ്പ്. സോ ഈ ഫസ്റ്റ് 3 ഓപ്ഷൻസ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇഫ് ഓൾ നാഷൻസ് വർ ഫുള്ളി സെൽഫ് സഫീഷ്യൻറ്റ്, ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് ഓർ കോപ്പറേഷൻ ഓവർ റിസോഴ്സസ് വുഡ് ഹാർഡ്ലി എക്സിസ്റ്റ്. ഓക്കെ, അപ്പം 4ാമത്തെ ഓപ്ഷനാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി 3 ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഓക്കെ, സോ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പുതിയ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞു. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് സെഷൻ. താങ്ക് യു ഫോർ യുവർ പാസീവ് ലിസണിങ്. താങ്ക് യു ആൾ.